Hi friends, welcome back to our channel MR Lal Vlogs. I am Radhika Maniyan. നമ്മൾ കൊല്ലത്ത് ക്രിസ്മസ് കളക്ഷൻസ് എടുക്കാൻ പോയ ദിവസത്തെ കുറച്ച് വിശേഷവുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഇറങ്ങിയത് എന്നൊക്കെ കാണിക്കുന്ന ഒരു കുറച്ച് വിശേഷങ്ങളാണ്. നമ്മൾ കടയിലേക്ക് കളക്ഷൻസ് ഒക്കെ എടുക്കുന്നത് ചെന്നൈയിൽ നിന്നാണ്. അപ്പോൾ അത് കൊല്ലത്ത് വരുന്ന ദിവസം നോക്കിയിട്ട് പോയിട്ട് ഇവിടെ നമുക്ക് ഇവിടുത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ചില ഐറ്റംസ് നമുക്ക് അവിടെ കിട്ടത്തില്ല. അങ്ങനെയുള്ളതൊക്കെ നമ്മളിവിടെ കൊല്ലത്തും ഹോൾസെയിൽ മാർക്കറ്റുണ്ട്, അവിടെ പോയിട്ട് എടുക്കുവേ. പിന്നെ കുറച്ച് ദിവസമായിട്ട് ടു ഡു ലിസ്റ്റും കാര്യങ്ങളും ഒന്നും എഴുതുന്നില്ലായിരുന്നു. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു. കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മളങ്ങനെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളും ഒന്നും എഴുതുന്നില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. രാവിലെ എഴുന്നേറ്റ് ചായയും വെച്ച് അരിക്ക് വെള്ളമടപ്പ് വെച്ച് അരിയൊക്കെ ഇട്ടതിന് ശേഷമാണ് ടു ഡു ലിസ്റ്റൊക്കെ എഴുതാനായിട്ട് പോയിരുന്നത്. അതിനിടയിൽ ചായ തിളച്ച് തൂവിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കുമായിരുന്നു. സ്റ്റൗവെല്ലാം തുടച്ച് വൃത്തിയാക്കുമായിരുന്നു. മോനിന്ന് സ്കൂളിൽ പോകണം. ഞങ്ങൾ കൊല്ലത്ത് പോകുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും എന്തായാലും പുറത്തുനിന്നേ കഴിക്കത്തുള്ളൂ. എന്നാലും മോന് കൊണ്ടുപോകാനുള്ളതൊക്കെ ശരിയാക്കണമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ അരി വെന്തിട്ടുണ്ടായിരുന്നു. അത് ഊറ്റിയിടുവാണേ. മോൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് അവനെ 6:45 7 ആകുമ്പോഴത്തേക്ക് പോകും. അപ്പോഴത്തേക്കും നമുക്ക് ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. അതിന് മണിയണ്ണനും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. അരിയൊക്കെ അടപ്പിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്നതേ മോന് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുവാണ് ചെയ്യുന്നത്. അതിന് മാവ് റെഡിയാക്കിയാണ് എൻ്റെ കയ്യിൽ കൊടുത്താൽ ദോശയായാലും അപ്പമായാലും അണ്ണ അത് ചുട്ടെടുക്കുവേ. ആദ്യം തക്കാളി ചട്നീൻ്റെ എടുത്ത് മൂപ്പിക്കാനൊക്കെ വെച്ചതിന് ശേഷമാണ് മാവ് കലക്കാൻ നിന്നത്. അതുകൂടെ തന്നെ ചീര ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു അടുപ്പിലോട്ട് ചീര തോരൻ വയ്ക്കാനുള്ളതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഇത്രയും ഭാഗമേ വന്നിട്ടുള്ളൂ. സ്റ്റൗവിൻ്റെ ബാക്കി ഭാഗമൊന്നും വന്നിട്ടില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചതേ. നമുക്ക് 3 അടുപ്പായതുകൊണ്ട് തലേന്നേ പച്ചക്കറിയെല്ലാം അരിഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും രാവിലെ. ഇപ്പം കടയിലൊക്കെ പോക്ക് തുടങ്ങിയതിന് ശേഷമാണ് 2 അടുപ്പിൻ്റെ സ്റ്റൗ മാറ്റിയിട്ട് 3 അടുപ്പാക്കിയത്. ഭയങ്കര പാടായിരുന്നു. 2 അടുപ്പായപ്പോൾ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് അടുത്തത് എടുക്കാൻ നിൽക്കുമ്പോഴത്തെ സമയം ഒരുപാട് പോകുമായിരുന്നു. പിന്നിന്ന് ചെയ്യുന്ന റെസിപ്പി ഒന്നും കാണിക്കാനും ക്ലോസ് വ്യൂവിൽ എടുക്കാനും ഒന്നും പറ്റിയില്ല. ഫോൺ അവിടെ കൊണ്ടുവച്ചിട്ട് നിന്നങ്ങ് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് ജോലി തീർത്തിട്ട് പോകണമായിരുന്നല്ലേ. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും തക്കാളി ചട്നിയുമായിരുന്നു. അതുപോലെ നിച്ചുക്കുട്ടന് കൊണ്ടുപോകാനായിട്ട് ചീരത്തോരനും ചമ്മന്തിയും മുട്ട ഫ്രൈ പിന്നെ അച്ചാറുകളും ഒക്കെ ആയിരുന്നു. ലഞ്ച് ബോക്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോഴത്തേക്ക് നിച്ചുക്കുട്ടന് പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. നിച്ചുക്കുട്ടൻ റെഡിയായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണേ. അണ്ണനാണ് കൊണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സൈക്കിൾ എടുക്കത്തില്ല. അണ്ണൻ കൊണ്ടാക്കുവാണ് ചെയ്യുന്നത്. അങ്ങനെ അയാൾ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് കയറി പോവുകയാണേ. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പുട്ടുട്ടന്മാർക്ക് ഫുഡ് കൊടുത്ത് ഇത്രയും നേരം ഇവന്മാരെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ഭയങ്കര പാടുപെട്ടാണ്. രാവിലെ ഞാൻ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ ബഹളം തുടങ്ങും, ഞങ്ങൾക്ക് തയ്യെന്നും പറഞ്ഞ്. പിന്നെ അവർക്ക് ഫുഡും കൊടുത്തിട്ട് ഞാൻ മിറ്റമൊക്കെ തൂത്ത്. നമുക്ക് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മിറ്റം തൂക്കാതെ നമുക്കങ്ങ് പോകാൻ പറ്റത്തില്ല. മോനുള്ളപ്പോൾ മോൻ തൂത്ത് തരും, അവരില്ലെങ്കിലാണ് ഞാൻ ഈ തൂക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ ഇറങ്ങുമായിരുന്നേ. ഒരുങ്ങി അണ്ണൻ ഹെൽമെറ്റൊക്കെ വെച്ച് വണ്ടി കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫോട്ടോ എടുത്തില്ലെന്ന് ഓർത്ത്. പിന്നെ അണ്ണനെ കൊണ്ട് ഹെൽമെറ്റ് മാറ്റി ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തി. ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ്. അത് കണ്ടാൽ നമ്മളൊരു വീഡിയോ എടുത്തു പോകും. കാരണം കുറേ നാൾ നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടന്ന സ്ഥലമല്ലേ. പിന്നെ നമ്മൾ കടയിലോട്ട് ചെന്ന് കയറിയത് മാത്രം അറിയാം. പിന്നെ തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത്. ഫുഡ് കഴിക്കാൻ നമ്മൾ എടുക്കുന്ന കടയുടെ തൊട്ടടുത്തുള്ള ഹോട്ടലാണ്. അവിടെ കയറി പിന്നെ അവരെന്ത് ലിസ്റ്റ് കൊണ്ടുവന്നാലും അവസാനം ഞാൻ ബിരിയാണിയിലേ പോയി നിൽക്കത്തോളം അണ്ണൻ ചോറും കഴിച്ചേ. പിന്നെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന സാൻഡാസ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സൗണ്ടൊക്കെ ഉണ്ട്. നമുക്ക് സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാൻ ഞാനേ. പിന്നെ നമ്മൾ കടയിൽ വന്നു. കുറച്ച് ക്രിസ്മസ് കളക്ഷൻസൊക്കെ എടുത്തൊന്ന് നിരത്തി. കടയിൽ ഒരു സ്റ്റാർ ഇട്ട് കുറച്ച് ബൾബൊക്കെ ഇട്ട്. ഇന്ന് ഒരു സ്റ്റാർ ഇട്ടുള്ളൂ. അടുത്ത ദിവസം 2-3 കുറേ സ്റ്റാർ കൂടി ഇട്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം കാണിക്കാവേ. പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ ക്രിസ്മസ് കളക്ഷൻ കടയുടെ ഗ്രൂപ്പിൽ ക്രിസ്മസ് കളക്ഷൻസൊക്കെ ഇട്ട് എല്ലാമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ഞങ്ങൾ പിന്നെ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ചെറിയ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നവരേക്കും ടാറ്റ ബൈ.